തുടരുന്നു. നിജേഷ് അരവിന്ദ്, അഡ്വക്കേറ്റ് LG ലിജീഷിന്റെ പ്രതിരോധം താങ്കൾ കണ്ടില്ലേ? ഈ കേസ് ആദ്യം കൊടുത്തത് ഇടതുപക്ഷമാണ്. വർഗീയ പ്രചരണത്തിലൂടെ വോട്ട് പിടിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും LDF നേരിടും. അതുകൊണ്ട് തെളിവാണ് ഈ കേസ് ആദ്യം നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ LDFിൻ്റെ പ്രവർത്തകർ കാണിച്ച ജാഗ്രത. ആര് കുറ്റം ചെയ്താലും സംരക്ഷിക്കില്ല, അത് റിവേഴ്സ് ചെയ്താലും സംരക്ഷിക്കില്ല, പോലീസ് അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിൽ ഇടപെടില്ല എന്നാണ് LDFിൻ്റെ പക്ഷം. അത്ര നിർദോഷം നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ഒന്നാണോ LDFിൻ്റെ ഈ പ്രതിരോധത്തെ? നിജേഷ് അരവിന്ദ്. ഒന്നാമത്തെ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. റിബേഷിൽ തുടങ്ങി അമ്പാടിമുക്ക് സഖാക്കളിലൂടെ, പോരാളി ഷാജിയിലൂടെ, KK ലതിക, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനമാഷയുടെ ഭാര്യ KK ലതിക വരെ പുറത്തേക്ക് വിട്ട ഇത് വ്യാജ സ്ക്രീൻഷോട്ടാണ് എന്ന് ഒരു CPM പ്രതിനിധി ചർച്ചയിൽ സമ്മതിച്ചതിൽ വലിയ സന്തോഷം ആദ്യമേ പങ്കുവെക്കുന്നു. രണ്ട്, ഈ റിബേഷ് എന്ന് പറയുന്ന ചങ്ങാതി അധ്യാപകനാണോ എന്ന് സംശയിച്ചതുപോലെ തന്നെ CPMൻ്റെ പ്രതിനിധി ഒരു അഡ്വക്കേറ്റ് ആണോ എന്ന സംശയം കൂടി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് മിസ്റ്റർ ലിജീഷ് നിങ്ങൾ കൊടുത്ത കേസ് ഹൈക്കോടതിയിലെത്തുക? നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് സമൂഹത്തിൽ വർഗീയത ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കാസിമിനെതിരെയും നെടുമ്പ്രമണ്ണ യൂത്ത് ലീഗിനെതിരെയും നിങ്ങൾ കൊടുത്ത പരാതി എങ്ങനെയാണ് ഹൈക്കോടതിയിലെത്തിയത്? നിങ്ങൾ വക്കീലാണല്ലോ, ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. നിങ്ങൾക്കറിയോ, ഇത് 26-ാം തീയതി ഉച്ചയ്ക്കാണ് ഈ റിബേഷ് പുറത്തുവിട്ടത്. അതിനുശേഷമാണ് അടുത്ത സ്ഥലത്തേക്കും അവസാനം അമ്പാടിമുക്കിലേക്കും പോരാളി ഷാജിയിലേക്കും എത്തിയത്. ഒക്കെ 26-ാം തീയതി വൈകുന്നേരം 2:13 മുതൽ വൈകുന്നേരം ആകുമ്പോഴേക്കുള്ള ഏർപ്പാടാണ്. അതിനുശേഷം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കാസിം നേരിട്ട് തൻ്റെ ഫോണുമായി വടകര SP ഓഫീസിൽ പോവുകയാണ്. എന്നെ പറ്റി ഇങ്ങനെ ഒരു ആരോപണമുണ്ട്, അതുകൊണ്ട് എൻ്റെ ഫോൺ ഇതാണ്, ഇതിൽ നിന്ന് വന്നതല്ല, നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കാസിമാണ് കോടതിയിൽ പോകുന്നത്. പക്ഷെ അന്വേഷിച്ചില്ല. ഇലക്ഷന് ശേഷം ആദ്യത്തെ രാഷ്ട്രീയ സമരം യൂത്ത് ലീഗ് വടകര SP ഓഫീസിൽ നടത്തിയ മാർച്ചായിരുന്നു. ഈ വിഷയത്തിൽ കാസിം കൊടുത്ത പരാതി അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അവിടെ വടകരയിൽ യൂത്ത് ലീഗ് പിന്നെയും സമരം നടത്തി. അതേ സമയത്ത് തന്നെ ലിജീഷിന്റെ പാർട്ടിക്കാർ ഏറ്റവും വലിയ വർഗീയ വിഷമാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കൂട്ടി റഹീമിന്റെ വലിയ സമരം ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല. പിന്നെ യൂത്ത് കോൺഗ്രസ് കുറ്റ്യാടി സ്റ്റേഷനിലും വടകര സ്റ്റേഷനിലും പരാതി കൊടുത്തു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽക്കിഫിൽ പരാതി കൊടുത്തു. ആ കേസും എടുത്തില്ല. ഈ കേസൊന്നും എടുക്കാതായപ്പോഴാണ് കാസിം നേരെ ഹൈക്കോടതിയിൽ കൊടുത്തത്. ആ ഹൈക്കോടതിയിൽ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഗതികെട്ട കേരള പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത്. എന്നിട്ടും മെല്ലെപ്പോക്കായിരുന്നു, പലവട്ടം മെല്ലെപ്പോക്ക്. അവസാനമാണ് ഇന്നലെ ഈ റിപ്പോർട്ട് പോയത്. ഈ റിപ്പോർട്ടിലാണ് മനസ്സിലാകുന്നത് റിബേഷ് എന്ന് പറയുന്ന വടകര ബ്ലോക്ക് സെക്രട്ടറി, DYFIയുടെ നേതാവ്, അധ്യാപകൻ, വടകരയിലെ ഞാനും ശ്രീ അരുൺകുമാറും ഒക്കെ പങ്കെടുത്ത ചാനൽ ചർച്ചയിൽ അവിടെ വെച്ച് വലിയ ബഹളം ഉണ്ടാക്കിയ ആ താടിക്കാരനായ സഖാവിന്റെ കയ്യിലാണ് ഇത് ആദ്യമായി കിട്ടിയത് എന്ന് ഇന്നാണ് പുറത്തു വരുന്നത്. അത് പുറത്തു വന്നത് പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ DYFIക്കോ CPMനോ വടകരയിലെ CPMനോ ഒരു പങ്കുമില്ല. കാസിം കൊടുത്ത, യൂത്ത് ലീഗ് കൊടുത്ത പരാതി, ഹൈക്കോടതിയിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് ഞാൻ പറയുന്നത് ലിജീഷിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും